കഴിഞ്ഞ ദിവസം എൻ്റെ മെഡിക്കൽ ചെക്കപ്പ് ചെയ്തപ്പം അതിൽ 2 തരം സ്കോർ കഴിഞ്ഞു. ഒന്ന് EAT എന്ന് പറയുന്ന സ്കോറും 2 CAC എന്ന് പറയുന്ന സ്കോറും. എന്താണിത്? EAT എന്ന് പറയുമ്പം നമ്മുടെ എപ്പിക്കാർഡിയൽ അഡിപ്പോസ് ടിഷ്യൂ, നമ്മുടെ ഹൃദയത്തിന് ചുറ്റും കുമിഞ്ഞു കൂടി കിടക്കുന്ന, ഇപ്പോൾ കുടവയറിലൊക്കെ ഉള്ള ഇതേ കൊഴുപ്പും, രണ്ടാമത്തത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ കാൽസിഫിക്കേഷൻ, കാൽസ്യം അടിഞ്ഞിട്ട് ബ്ലോക്കേജ് ഉണ്ടാകുന്നൊരവസ്ഥ, അതിൻ്റെതുമാണ്. എൻ്റെ ടെസ്റ്റിൽ CAC 0 ആയിരുന്നു. പറഞ്ഞാൽ പ്രത്യേകിച്ച് അതിൻ്റെ ഉള്ളിൽ ബ്ലോക്കൊന്നും ഫോം ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. EAT പക്ഷെ വളരെ എലിവേറ്റഡ് ആയിരുന്നു. എൻ്റെ കുടവയറിൽ ഏതൊരു വ്യക്തിക്കും EAT എന്ന് പറയുന്ന ഈ കൊഴുപ്പ് അധികമായിരിക്കും. ഇതെന്തൊക്കെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? CAC എന്ന് പറയുന്നത് അത് പാസ്റ്റിൽ മുൻകാലത്ത് ഉണ്ടായ രക്തക്കൊഴലിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു ബ്ലോക്കിനെ കുറിച്ചാണ്. EAT കാണിക്കുന്നത് എന്താണ്? ഇപ്പം നിങ്ങൾക്കുള്ളൊരു ഡേഞ്ചർ, ഇപ്പം തന്നെ നമ്മളതിന് ആക്ഷൻ എടുത്തിട്ടില്ലെങ്കിൽ നാളെ അത് വലിയ ശക്തമായിട്ടുള്ളൊരു ബ്ലോക്കായിട്ടുള്ളിൽ ഫോം ചെയ്യാനുള്ള സാധ്യതയാണ് കാണിക്കുന്നത്. അപ്പോൾ CAC സ്കോർ എന്താ കാണിക്കുന്നത്? ഇറ്റ് മെഷേഴ്സ് നമ്മുടെ രക്തക്കൊഴലിലുള്ള കാൽസിഫൈ ആയിട്ടുള്ള, കാൽസ്യം അടിഞ്ഞിട്ട് നല്ല ഉറച്ചു പോയ ബ്ലോക്കുകളെയാണ് കാണിക്കുന്നത്. നമ്മൾക്ക് മുമ്പേ ഉണ്ടായിട്ടുള്ള ബ്ലോക്കുകളാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേ EAT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ശരീരത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ആക്റ്റീവായിട്ടുള്ള നീർവീക്കത്തെയാണ് കാണിക്കുന്നത്. പറഞ്ഞാൽ ഇപ്പം നമുക്കുള്ള റിസ്ക്കാണത് കാണിക്കുന്നത്. അപ്പോൾ CAC പ്ലസ് EAT ഈസിക്വൽ ടു ഒരു കംപ്ലീറ്റ് റിസ്ക് പ്രൊഫൈലാണ് കാണിക്കുന്നത്. CAC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഓൾറെഡി ചെറിയ ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ട്. EAT എന്ന് പറയുമ്പം നമ്മൾക്കുള്ളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ശക്തമായിട്ടുള്ളൊരു ഫയറാണത്. നമ്മുടെ ഹൃദയത്തിൻ്റെ ചുറ്റുമുള്ള ഫാറ്റ്, കുടവയർ പോലെ ഉള്ളതുപോലുള്ള ഫാറ്റ് അല്ലെങ്കിൽ EAT, ഇതിൻ്റെ ഒരു പ്രൊഗ്നോസിസ് എന്താണ് സംഭവിക്കുന്നത്? വലിയൊരു പഠനങ്ങൾ ബോധിപ്പിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ EAT എന്ന് പറയുന്ന ഈ എപ്പിക്കാർഡിയൽ അഡിപ്പോസ് ടിഷ്യൂ കൂടിയിരിക്കുകയാണെങ്കിൽ അതിൽ ഹൃദയാഘാതം കൂടുന്നുള്ളതാണ്. ഒരു റീവാസ്കുലറൈസേഷൻ കൂടും, പിന്നെ ഹൃദയത്തിൻ്റെ മോർട്ടാലിറ്റി വർദ്ധിക്കും എന്നുള്ളതാണ്. EAT കൂടി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലെ CAC എന്ന് പറയുന്ന കൊറോണറി ആർട്ടറി കാൽസ്യം സ്കോറിനേക്കാളും അതുമായിട്ട് ബന്ധപ്പെടാതെ തന്നെ ഇതൊരു അപകടാവസ്ഥ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുള്ളതാണ്. വലിയൊരു ഹൃദയാഘാതം തുടങ്ങുന്നതിന് മുമ്പുള്ള വലിയൊരു വാർണിംഗ് ബെല്ലാണ് EAT എന്നുള്ളത്.